പാർട്ടിയിൽ നിൽക്കുമ്പോഴാണ് പി കെ ശശി പാർട്ടി വിട്ട വെറും ശശി. അത്രേ ഉള്ളൂ. സിപിഐഎമ്മിനെ വെല്ലുവിളിക്കാൻ, സിപിഐഎമ്മിനോട് ഏറ്റുമുട്ടാനുള്ള കരുത്തും കെൽപ്പുമൊന്നും ഒരു 4 പതിറ്റാണ്ടിന്റെ ചരിത്രം പറഞ്ഞാലും പി കെ ശശിക്കില്ല എന്ന് പി കെ ശശി മനസ്സിലാക്കിക്കോ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ 4 പതിറ്റാണ്ട് കാലം ഈ നാട്ടിലെ സഖാക്കളെ ചോര കുടിപ്പിച്ച, ഈ നാട്ടിലെ സഖാക്കളെ തമ്മിലടിപ്പിച്ച് നിങ്ങൾ നടത്തിയിട്ടുള്ള സകല നെറികേടുകളും ഞങ്ങൾ പുറത്തേക്കിടും. അങ്ങനെ ഞങ്ങൾ പുറത്തേക്കിടാൻ തീരുമാനിച്ചാൽ പി കെ ശശിക്ക് പുറത്തിറങ്ങി നടക്കാൻ രാംരാജിന്റെ ഗോഡൌണിലെ മുഴുവൻ മുണ്ടും തലയിലിട്ടാലും തികയാതെ വരും എന്ന് കൂടി ഓർത്തു പോയിക്കൊള്ളണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കാര്യം പോലും ഞങ്ങൾക്ക് പറയാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് അതിലൊരു വലിയ സമാധാനമുണ്ട്. കാരണം എന്താ പറയുക, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞ അപ്പൊ പി കെ ശശിയുടെ തീവ്രത എടുത്തിരുതായിരുന്നു. ഇപ്പോ 2 തീവ്രതയും ആ ഭാഗത്ത് പോയി അടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ചേരേണ്ടത് ചേരും. ജലം അതിന്റെ നാഥനെ കണ്ടെത്തി എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞ കലക്കൽ വിദഗ്ധന്മാരുടെ കൂട്ടത്തിലേക്ക് ഒരു പീഡനവീരനെ കൂടി UDF കിട്ടും എന്നല്ലാതെ വേറൊന്നും ഇതിൽ ഞങ്ങളല്ല. ഒരു കാലത്ത് നിങ്ങളാണ്, UDF ആണ് ഇത് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അതുകൊണ്ട് ഈ നിങ്ങൾ തീവ്രത അളക്കാൻ ജില്ലാ സെക്രട്ടറി പറഞ്ഞ മാതിരി കുഞ്ഞാപ്പക്കും അതേപോലെ തന്നെ VD സതീശനും നിങ്ങളെ നേതാക്കൾക്കൊക്കെ നല്ല അവസരം കിട്ടട്ടെ. 3 പതിറ്റാണ്ട് കാലം മണ്ണാർക്കാട്ടെയും പാലക്കാട്ടെയും പാർട്ടിയെ ഉള്ളം കൈയിലിട്ട് കൊണ്ട് നടന്നു എന്ന് പറയുന്ന ആളുകളോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഈ കുമരംപുത്തൂരിൽ നിന്ന്, ഈ മണ്ണാർക്കാട്ടിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ 212 ബ്രാഞ്ചുകളും 11 ലോക്കൽ കമ്മിറ്റികളും 3200-ലധികം പാർട്ടി അംഗങ്ങളിൽ നിന്നും എത്ര പേരെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഇവിടുത്തെ കുറെ വണ്ടികളുടെ കണക്ക് പറഞ്ഞു. അത്ര വണ്ടി പോയി. രാവിലെ തൊട്ട് ഇവിടുന്ന് വൈകുന്നേരം വരെ 74 ട്രിപ്പ് അടിക്കുന്നുണ്ട് KSRTC ഉൾപ്പെടെ. ആ വണ്ടി പോയ കണക്കല്ല. കുമരംപുത്തൂരിലും പോയി ഒരു വണ്ടി, ഒരു ബൈക്ക്, 2 ആൾ ഇവിടുന്ന് പോയിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇക്കണ്ട കാലം മുഴുവൻ ഈ പാർട്ടിയെ നയിച്ചിട്ടും ഈ പാർട്ടിയിൽ നിന്ന് ഒരു ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് തികച്ച് 10 പാർട്ടി മെമ്പർമാരെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുടെ ആർജവം എന്ന് മനസ്സിലാക്കി പി കെ ശശി. ഞങ്ങൾ കൂടുതലൊന്നും പറയില്ല. ഈ നാടിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഞങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ മൈക്കക്കൂടി പറഞ്ഞതൊക്കെ, ഞങ്ങൾ ഈ നാട്ടില് ഈ പാർട്ടിക്ക് വേണ്ടി തൊള്ളയിടുന്ന ആളുകളാണ്. അതിൽ നിങ്ങൾ തന്ന എല്ലാ വിശേഷണത്തെയും ഞങ്ങൾ അഭിമാനപൂർവ്വം സ്വീകരിക്കുന്നു. കാരണം ഞങ്ങള് ഏതെങ്കിലും പെണ്ണുപിടിയന് വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും കൂട്ടുകച്ചവടക്കാരനും കള്ള് കച്ചവടക്കാരനും വേണ്ടിയല്ല, റിയൽ എസ്റ്റേറ്റ് മാഫിയക്ക് വേണ്ടിയല്ല, ഏതെങ്കിലും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങള് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്റെ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ആ സംസാരത്തെ ഏത് വാക്കുകൊണ്ട് അധിക്ഷേപിക്കാൻ ശ്രമിച്ചാലും പി കെ ശശിയുടെ അധിക്ഷേപം കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ മാന്യത വേറുണ്ട്. പി കെ ശശി നല്ലത് പറഞ്ഞാലേ പേടിക്കണ്ടുള്ളൂ. പി കെ ശശി നല്ലത് പറഞ്ഞില്ല. ജില്ലാ സെക്രട്ടറി ഏറ്റവും ഗുണപരമായ മനുഷ്യനാണ്, എല്ലാം തികഞ്ഞയാളാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് പി കെ ശശി കുറ്റം. പി കെ ശശി ഒരാൾ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കുഴപ്പമുണ്ട്. പണ്ട് EMS മനോരമയെ കുറിച്ച് പറഞ്ഞതുപോലെ, മനോരമ എപ്പോഴെങ്കിലും ഞങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിഴവ് സംഭവിച്ചു എന്ന് കരുതണമെന്ന് പറഞ്ഞതുപോലെ പി കെ ശശി നല്ലത് പറയാതിരിക്കാൻ എല്ലാവരും ജാഗ്രത കാണിച്ച് ഈ പരിപാടിയിൽ ആഘോഷവും സന്തോഷവും പങ്കുവെക്കുന്നവരുടെ കൂട്ടത്തിൽ സഖാക്കളും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളും മാത്രമല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ കണ്ണൊന്ന് തുറന്ന് ആകാശത്തിന്റെ അനന്തതയിലേക്ക് നോക്കിയാൽ ഈ കുമരംപുത്തൂരിന്റെ അനശ്വരനായ രക്തസാക്ഷി സഖാവ് അബ്ദുൽ ഗഫൂർ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. 25 കൊല്ലം പൂർത്തീകരിച്ചു. പ്രിയപ്പെട്ട സഖാവ് അബ്ദുൽ ഗഫൂറിന് 2000 ഡിസംബർ 9-ാം തീയതി അരിയൂർ പാലത്തിന് സമീപം വെച്ച് മുസ്ലിം ലീഗിന്റെ ക്രിമിനൽ സംഘം വെട്ടിവീഴ്ത്തി ഡിസംബർ 11-ന് അദ്ദേഹം മരിക്കുമ്പോ ആ മരണത്തിന്റെ ചോരത്തുള്ളികൾക്ക് കണക്ക് പറഞ്ഞ് കാശെണ്ണി വാങ്ങിച്ചവന്റെ അന്ത്യം, രാഷ്ട്രീയ അന്ത്യമാണ് ഇന്ന് പാലക്കാട്ടെ ജില്ലാ നേതൃത്വം എടുത്തിട്ടുള്ളത്. ആ അന്ത്യം ഞങ്ങളെപ്പോലെയല്ല, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ആ അന്ത്യത്തിൽ ആഘോഷിക്കുന്നവരാണ്. ആ ആഘോഷം ചെറുതല്ല. പി കെ ശശി ഇന്ന് മൈക്ക് കെട്ടി ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആളുകൾ ഏർപ്പാടാക്കി കൊടുത്ത ആളുകളുടെ മുമ്പിൽ വെച്ച് നടത്തിയ പ്രസംഗങ്ങളുണ്ട്. ആ പ്രസംഗം മുൻപിൽ മൈക്കല്ല, കണ്ണാടിയാണ് എന്ന് വിചാരിച്ചിട്ടാണ് പി കെ ശശി പ്രസംഗിച്ചത്. കാരണം പി കെ ശശി ഇന്ന് പ്രസംഗിച്ചത് മുഴുവൻ പി കെ ശശിയെ കുറിച്ചാണ്. പി കെ ശശി ഇന്ന് പറഞ്ഞത് മുഴുവൻ പി കെ ശശിയെ കുറിച്ചാണ്. പിന്നെ പാർട്ടിയിൽ നിൽക്കുമ്പോഴാണ് പി കെ ശശി പാർട്ടി വിട്ട വെറും ശശി. അത്രേ ഉള്ളൂ.